നമ്മളൊരു അപകടമോ, ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ അപകടത്തിന് പിന്നിൽ പ്രത്യേകിച്ചും ഒരു ഫ്ലൈറ്റ് അപകടമോ, അതല്ലെങ്കിൽ ഒരു കപ്പലപകടമോ, അല്ലെങ്കിൽ ഒരു ചികിത്സാ പിഴവ് മൂലമുള്ള മരണമോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ വിശ്വസിക്കാറുണ്ട്, അതിന് പിന്നിൽ ഉള്ള പൈലറ്റോ, ഡോക്ടറോ, എഞ്ചിനീയറോ ആരായാലും അവർ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. അതുകൊണ്ട് അവർക്ക് ഒരു പിഴവ് വരില്ല എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഈ വലിയ ദുരന്തങ്ങളുടെയും അപകടങ്ങളുടെയും അപകട സാധ്യതകളും ഒക്കെ പരിശോധിക്കുമ്പോൾ, അതിനെപ്പറ്റി അന്വേഷണം നടത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പിഴവ് വരുത്തുന്നത് പരിചയസമ്പന്നരായ ആളുകളാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുരക്ഷാ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൃത്യമായിട്ട് പാലിച്ച് അപകടമില്ലാതെ ഓടിക്കേണ്ട വിമാനമായിക്കോട്ടെ, അല്ലെങ്കിൽ ചികിത്സയായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അത്തരം കാര്യങ്ങളിൽ തുടക്കക്കാരും എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകളും വളരെ ശ്രദ്ധിച്ച് ഈ നിർദ്ദേശങ്ങൾ അണു ഇട തെറ്റാതെ പാലിച്ച് ആണ് അവർ അത് കൈകാര്യം ചെയ്യാറുള്ളൂ. പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിചയം കൂടുന്തോറും, ഇത് പല പ്രാവശ്യം ചെയ്ത് കഴിയുന്തോറും ഈ ആത്മവിശ്വാസം കൂടുകയും അശ്രദ്ധ കൂടുകയും ഈ നിർദ്ദേശങ്ങൾ പതുക്കെ അവഗണിക്കാനുള്ള ഒരു ടെൻഡൻസിയും വളരെ കൂടുതലായിട്ട് കാണും. അത് ഈ പരിചയസമ്പന്നരായ ആളുകളിലാണ് തികച്ചും കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോകത്ത് നടന്ന വലിയ ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതൊന്നും പരിചയക്കുറവുള്ള ആളുകളല്ല വരുത്തിയിരിക്കുന്നത്. അതെല്ലാം നല്ല പരിചയസമ്പന്നർ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ഒരാളും നാളെ റിട്ടയർ ചെയ്യേണ്ട ആളും ആ ചെയ്യുന്ന ജോലിയിൽ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ പാലിക്കേണ്ട ഒരു കടമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തുടങ്ങുന്ന അന്ന് പാലിക്കുന്ന ആ നിർദ്ദേശങ്ങളും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ ജോലി അവസാനിപ്പിക്കുന്നവരെ അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ പാലിച്ചാലാണ് അപകടമില്ലാതെ നമുക്ക് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ അപകടം ഉണ്ടാവില്ല, പക്ഷേ മൂന്നാമതോ നാലാമതോ ചിലപ്പോൾ അഞ്ചാമതോ വലിയ അപകടങ്ങളോ ദുരന്തങ്ങളോ ഉണ്ടാക്കി വയ്ക്കും.